ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഷാരോൺ കൊലക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. രണ്ടാം പ്രതി അമ്മ സിന്ധുകുമാരിയെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. കുറ്റക്കാർക്കുള്ള ശിക്ഷ നാളെ പ്രസ്താവിക്കും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതിക്കെതിരെ കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ കോടതിയിൽ തെളിഞ്ഞു. മൂന്നാം പ്രതി അമ്മാവനാണ് തെളിവ് നശിപ്പിച്ചതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. തെളിവുകളുടെ അഭാവത്തിലാണ് രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത്. അതേസമയം കോടതി വിധിയിൽ തൃപ്തരെന്ന് പോലീസും പ്രോസിക്യൂഷനും അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ഫലപ്രദമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ച പോലീസ് അടക്കമുള്ളവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് കോടതി വിധിയെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചെന്നും പ്രോസിക്യൂഷൻ കൂട്ടിച്ചേർത്തു. 2022 ഒക്ടോബർ 25-നാണ് സംഭവം നടന്നത്. ഒക്ടോബർ 14-നാണ് ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചത്. തുടർന്ന് അവശനിലയിലായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 25-നായിരുന്നു മരണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.